ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മെയ് 2. 3-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് ഈജിപ്തിൽ അലക്സാണ്ട്രിയയിൽ ജനിച്ച ഒരു മഹാനുണ്ട്. സഭയുടെ ചരിത്രത്തിൽ അക്ഷരാർത്ഥത്തിൽ സത്യത്തിനായി പോരാടിയ ഒരു വീരൻ. അവൻ തന്നെയാണ് വിശുദ്ധ അത്തനേഷ്യസ്. 325-ലെ നിക്കിയ സിനഹദോസിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ശക്തമായി സംരക്ഷിച്ചവരിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് അത്തനേഷ്യസ് ആയിരുന്നു. പിതാവും പുത്രനും സാരാംശത്തിൽ ഒരുപോലെയാണ് എന്ന വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാൻ അദ്ദേഹം ധൈര്യത്തോടെ നിന്നു. അലക്സാണ്ട്രിയയിലെ പാർത്രിയർക്കീസ് മരിച്ചതിനു ശേഷം ജനങ്ങൾ ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് അത്തനേഷ്യസിനെ തരിക. അങ്ങനെ വെറും 30-ാം വയസ്സിൽ അദ്ദേഹം മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ സത്യത്തിനായി നിലകൊണ്ടതിന്റെ വില അദ്ദേഹം കൊടുത്തു. ആര്യൻ പാഷാണ്ഡതകളുടെ എതിർപ്പിനെ തുടർന്ന് 5 പ്രാവശ്യം നാടുകടത്തപ്പെട്ടു. മൊത്തം 17 വർഷം വിപ്രവാസത്തിൽ ജീവിക്കേണ്ടി വന്നു. എങ്കിലും ഒരിക്കലും അദ്ദേഹം തളർന്നില്ല. ഓരോ പ്രാവശ്യവും തിരിച്ചു വന്നപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ രാജകീയമായി സ്വീകരിച്ചു. അത്തനേഷ്യസിന്റെ സ്വീകരണം അന്നത്തെ വലിയ ഉത്സവങ്ങളെ പോലെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. മരുഭൂമിയിലെ വിശുദ്ധ അന്തോണിയുടെ ജീവചരിത്രം എഴുതിയത് തപോജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വലിയ പ്രചോദനമായി. ഡോക്ടർ ഗ്രിഗറി നാസിയാൻസൻ പറഞ്ഞതുപോലെ അത്തനേഷ്യസ് സ്നേഹവും വിനയവും നിറഞ്ഞ ഒരാളായിരുന്നു. എല്ലാവർക്കും സഹായിയായിരുന്ന ഒരു യഥാർത്ഥ ദൈവസേവകൻ. രക്തസാക്ഷിത്വം ആഗ്രഹിച്ചിരുന്നെങ്കിലും സമാധാനപൂർണമായ ജീവിതത്തോടെ അദ്ദേഹത്തിന്റെ അവസാന വർഷങ്ങൾ കഴിഞ്ഞു. അപ്പസ്തോലന്മാർക്ക് ശേഷം ക്രിസ്തുമതത്തിന്റെ സത്യങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചിരുന്ന മഹാനായിരുന്നുവെന്ന് പലരും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. വിചിന്തനം: വിശുദ്ധ അത്തനേഷ്യസിനെ പോലെ നാം ഈശോയുടെ ദൈവത്വത്തിൽ ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ദൈവപുത്രനായ ഈശോ, പാപിയായ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. താങ്ക് യു.